ഹായ് നമസ്കാരം. എല്ലാവർക്കും അമ്മാസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മീനൊക്കെ പിടിച്ചിട്ട് വന്നതും അത് വൃത്തിയാക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ബാക്കിയായിട്ടാണ് അത് ഇനി നമ്മൾ ഉണക്കുന്നതും അത് ഉണക്കി എങ്ങനെയാണ് സൂക്ഷിക്കുന്നതും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് താമസിക്കാതെ പോയി വീഡിയോ കണ്ടിട്ട് വന്നാലോ. പിന്നെ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ മീൻ വൃത്തിയാക്കുന്നതും എടുക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. അത് നമ്മൾ വൃത്തിയാക്കി എല്ലാം ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് തിരുവനന്തപുരത്തോട്ട് വന്നായിരുന്നു. നമ്മൾ രാത്രിയിലാണ് എത്തിയത്. നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോയിൽ നമ്മളതൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് പിടിച്ചിട്ട് വന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കിയത്. അപ്പം നമ്മൾ തിരിച്ച് രാത്രി തന്നെ നമ്മുടെ വീട്ടിൽ വന്നു. എന്നിട്ട് നന്നായിട്ട് ഉപ്പും പുരട്ടി അത് ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെക്കുമായിരുന്നു ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ നമ്മളത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ ആദ്യം ഒരു ചാക്കിൻ്റെ പുറത്തോട്ടാണ് ഇതൊന്ന് ഇട്ടത് വെയിലത്ത് ആദ്യത്തെ ദിവസം. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിനൊരു വെള്ളമയം ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ ദിവസം ഇതുപോലെ ചാക്കിനകത്താണ് ഇട്ടത്. ഇതുപോലെ ഇട്ടിട്ട് വലയൊക്കെ ഇട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ തലയൊന്നും കളഞ്ഞിട്ടില്ല. തല കളഞ്ഞിട്ട് ഇതുപോലെ ഉണക്കാൻ ഇടുന്നവരുണ്ട്. ഇതിപ്പോൾ ഇതേ രണ്ടാമത്തെ ദിവസം ഇതുപോലെ ടെറസിൻ്റെ മണ്ടയിൽ തന്നെ ചാക്കൊന്നും വിരിക്കാതെ ടെറസിലോട്ട് തന്നെ വിരിച്ചിട്ടതാണിത്. അതുപോലെ തന്നെ ഇത് തലയൊക്കെ കളഞ്ഞിട്ട് ഇടുന്നവരുണ്ട്. ഞാൻ തലയും കാര്യങ്ങളും ഒന്നും കളയത്തില്ല. കാരണം ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ തലയും കാര്യങ്ങളും ഒക്കെ കളയാൻ എളുപ്പമാണ്. അങ്ങനെ കളയേണ്ടവർക്ക് അങ്ങനെ കളയാം. അല്ലെങ്കിൽ കളഞ്ഞില്ലേലും കുഴപ്പമില്ല. നമ്മൾ വറക്കാൻ എടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒന്ന് കളഞ്ഞേച്ചാൽ മതി. അതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് കളയാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിപ്പം 3 ദിവസം കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. 3 ദിവസം നമുക്ക് വേണ്ട. 2 ദിവസത്തെ നല്ല വെയിലൊന്നും കൊണ്ടേച്ചാൽ മതി. പക്ഷേ ഇവിടെ ഉച്ച കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് നമുക്ക് 3 ദിവസമൊക്കെ എടുക്കേണ്ടി വന്നു ഉണങ്ങാനായിട്ട്. നമ്മൾ തലയൊന്നും കളയാത്തത് കൊണ്ട് ഒരു 2 ദിവസം നന്നായിട്ട് വെയിൽ കൊണ്ടാലേ ഇത് ഉണങ്ങത്തുള്ളൂ നല്ല രീതിയിൽ. അപ്പം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നല്ലൊരു ടിന്നിനകത്തൊക്കെ നമ്മളിത് എടുത്ത് സൂക്ഷിച്ച് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അഴുക്കായിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല അടപ്പിന് മുറുക്കമുള്ള ഒരു ടിന്നിനകത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ വെറുതെ കരയിലോട്ട് കോരി ഇട്ടിട്ട് അവരിതുപോലൊക്കെ ഉണക്കി എടുത്തിട്ടാണ് ഒരു ഹിറ്റിന് 50 രൂപയൊക്കെയാണ് ഇത് വിൽക്കുന്നതും കടകളിലൊക്കെ കൊണ്ട് കൊടുക്കുന്നതും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ ഉണക്കി വെക്കുവാണെങ്കിൽ ഒരു കറിയൊക്കെ ഇല്ലാത്തപ്പോൾ ഒന്ന് മീൻ പൊടിച്ചിട്ട് ഉണക്കമീൻ പൊടിച്ചായിട്ടൊക്കെ കൂട്ടാനും ഒക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് നാളത്തേക്കുണ്ട് ഇത്. പിന്നെ ഇത് ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്നും കൂടി ഇട്ടൊന്ന് ചൂടത്തിട്ടൊന്ന് ഉണക്കി വെക്കും. അത് ഒരു തണുത്തതൊക്കെ പോലെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ അങ്ങനെയും കൂടെ ചെയ്ത് വെക്കും. ഇപ്പോൾ അധികമായിട്ടുള്ളപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെക്കും. അപ്പോൾ കാരണം അധികമായിട്ടുള്ളപ്പോൾ ഇത് ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഒന്നും കൂടി ഇതുപോലെ നല്ല വെയിലത്തിട്ട് ചൂടാക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കാറേ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്തോളൂ. എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക്